പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളോട് ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾ നിർബന്ധമായും കാണണം. നിങ്ങൾ ഒരു സനാതനിയായ ഹിന്ദു ആണെങ്കിൽ, ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ഒരല്പം കണ്ണീരണിഞ്ഞ് വലിയ ആത്മരോഷത്തോടെ പിന്നെ ആത്മാഭിമാനം വീണ്ടെടുക്കും എന്നുള്ള പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി ഈ വീഡിയോ കാണണം. കാരണം അത്രമാത്രം ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത് വിവരമൊന്നുമില്ല, ഒരു വാർത്തയാണ് ശരി. അതായത് ഇന്നലെ നടന്നൊരു സംഭവമാണ്. നടന്നത് നമ്മുടെ രാജ്യത്തെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിൽ. അത് പറയും മുമ്പ് ഹിന്ദുക്കൾ എക്കാലത്തും കേട്ടിട്ടുള്ളൊരു ചോദ്യമുണ്ട്. മുഗളന്മാർ ഇവിടെ വന്നു. മുഗളന്മാർ വന്നിട്ട് ഹിന്ദുക്കളുടെ ക്ഷേത്രങ്ങളൊക്കെ തകർത്തു. നമ്മുടെ സോമനാഥം, നമ്മുടെ അയോധ്യ, നമ്മുടെ മധുര, കാശി, ഇങ്ങനെ ഇതെല്ലാം തകർത്തു. തകർക്കും മുമ്പ് അവർ ചോദിച്ച ചോദ്യമുണ്ട്, നിങ്ങളുടെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം സ്വയം രക്ഷിക്കട്ടെ എന്ന്. ശരിയാണ്, ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ തകർക്കാൻ വരുന്ന ആളുകളെ ദൈവം ശിക്ഷിക്കില്ലേ? ശിക്ഷിച്ചില്ല. ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളാണ് ആസേതു ഹിമാചലം തകർക്കപ്പെട്ടത്. ഇത് ടിപ്പു സുൽത്താൻ ചോദിച്ചു. ഇത് സഖാവ് നായനാർ ചോദിച്ചിട്ടുണ്ട്. ഭഗവാൻ എന്തിനാണ് പാറാവ്? അല്ലേ? അപ്പോൾ ആക്രമണകാരികളായ മുഗളന്മാർ മുതൽ ആധുനിക കാലത്തെ കമ്മ്യൂണിസ്റ്റുകളും മതേതരവാദികളും എല്ലാം ചോദിക്കുന്നത്, നിങ്ങളുടെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവം സ്വയം രക്ഷിക്കട്ടെ എന്നാണ്. ഇത് സമീപകാലത്ത് ഇതിന് സമാനമായ ഒരു ചോദ്യം നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് വന്നാൽ എന്തായിരിക്കും അവസ്ഥ? ഞാനിപ്പോൾ ആലോചിക്കുകയാണ്. ഇപ്പോൾ വഖഫ് നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് മോദി സർക്കാർ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ഏപ്രിൽ 5-നാണെന്ന് തോന്നുന്നു, അല്ലേ? ഏപ്രിൽ 5-നാണെന്ന്. അത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ വിധി വന്നു. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആയപ്പോൾ ഇടക്കാല ഉത്തരവ് വന്നു. 5 മാസത്തിനുള്ളിൽ ഇടക്കാല ഉത്തരവ് വന്നു. ഈ ഹർജി മുസ്ലിങ്ങൾ പറയുന്നത് ഞങ്ങളുടെ മതാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെടും, ഞങ്ങളുടെ പള്ളികൾ സർക്കാർ കൊണ്ടുപോകും, ഞങ്ങളുടെ ഭൂമി നഷ്ടപ്പെടും എന്നൊക്കെയുള്ള വ്യാജങ്ങൾ പറഞ്ഞിട്ടാണ് സുപ്രീം കോടതിയിൽ ഒരു പിടി മുസ്ലിം സംഘടനകളിലും ഇവിടുത്തെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും സുപ്രീം കോടതിയിൽ പോയത്. സുപ്രീം കോടതി അപ്പോൾ ചോദിക്കുകയാണ്, അല്ല നിങ്ങൾ അള്ളായിൽ വിശ്വസിക്കുന്നവരല്ലേ, ഒരു കാര്യം ചെയ്യ്, അള്ളയോട് പ്രാർത്ഥിക്ക്, അള്ള നിങ്ങളെ സഹായിക്കട്ടെ. എന്തു പറഞ്ഞാൽ ഈ രാജ്യത്ത് എന്ത് സംഭവിക്കും? ഇന്ത്യയിലെ കോടതി ഇസ്ലാമോഫോബിയ കോടതിയാണ്, മുസ്ലിം വിരുദ്ധ കോടതിയാണ് എന്ന് പറയും. വലിയ ചർച്ചകളുണ്ടാവും, വലിയ വാർത്തകളുണ്ടാവും, വലിയ റാലികൾ നടക്കും. ഈ രാജ്യം അങ്ങ് പൊട്ടിത്തെറിക്കും, അല്ലേ? ഒരു കലാപത്തിനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഒരു കലാപം വരെ ചിലപ്പോൾ ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് പറയും നരേന്ദ്രമോദി സർക്കാർ RSS ഈ സുപ്രീം കോടതി അടക്കമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറയും, അല്ലേ? അതെ. പക്ഷേ ഇതിന് സമാനമായ ഒന്ന് സുപ്രീം കോടതിയിൽ സംഭവിച്ചു. മധ്യപ്രദേശ് അറിയാമല്ലോ. മധ്യപ്രദേശ് സംസ്ഥാനത്താണ് വളരെ പൗരാണികമായ ഖജുരാഹോ ക്ഷേത്രങ്ങൾ, ഗുഹാക്ഷേത്രങ്ങൾ. അവിടെ ജാൻവരി എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. ജാൻവരി ക്ഷേത്രത്തിൽ 7 അടി ഉയരമുള്ള ഒരു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമുണ്ടായിരുന്നു. മുഗളന്മാർ പതിവ് പോലെ ഈ ക്ഷേത്രത്തെ ലക്ഷ്യം വെച്ചു മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞു. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. അന്ന് അവർ ചോദിച്ചിട്ടുണ്ട്, നിന്റെ ദൈവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ദൈവം സ്വന്തം തല സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വിഗ്രഹത്തിൻ്റെ തല വെട്ടിക്കളഞ്ഞത്. നമ്മുടെ ക്ഷേത്രങ്ങൾ ഇടിച്ചു നിരത്തിയതുപോലെ മഹാവിഷ്ണു വന്നിട്ട് കരിങ്കല്ല് കൊണ്ടുള്ള തല വീണ്ടും പുനഃസ്ഥാപിക്കാൻ പോയില്ല. അപ്പോൾ ഖജുരാഹോ എന്ന് പറയുന്ന വലിയ ക്ഷേത്ര സമുച്ചയത്തിൻ്റെ ഗുഹാക്ഷേത്രമാണല്ലോ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജാൻവരി ക്ഷേത്രമുള്ളത്. അവിടെ ഇപ്പോഴുമുള്ളത് തലയില്ലാത്ത മഹാവിഷ്ണുവിൻ്റെ ശില്പമാണ്. ഇത് കണ്ടിട്ട് രാകേഷ് ദലാൽ എന്ന് പറയുന്ന ഒരാൾ, അയാൾ ഭയങ്കര വിഷ്ണു ഭക്തനാണ്. അദ്ദേഹം ഒരുപാട് തവണ സർക്കാരിന് അപേക്ഷ കൊടുത്തു. ബ്രിട്ടീഷുകാരുടെ കാലം മുതൽ ജനാധിപത്യ സർക്കാരുകൾ വന്നിട്ടും ദശകങ്ങളായി വലിയ അവഗണനയാണ് ഈ ജാൻവരിയിലെ ക്ഷേത്രം. ഒരുപാട് നിവേദനങ്ങൾ കൊടുത്തു, പ്രചാരണങ്ങൾ നടത്തി, പ്രതിഷേധം ചെയ്തു, എന്നിട്ടും ഒരു കാര്യവുമില്ല. ഒടുവിൽ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ പറഞ്ഞു, ഞാനൊരു വിശ്വാസിയാണ്, ഹിന്ദുവാണ്, എനിക്ക് ആരാധന നടത്തുക എന്നുള്ളത് ആരാധനാ സ്വാതന്ത്ര്യം ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനിത് കാണുമ്പോൾ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ഷേത്രമാണിത്. എന്നാൽ പോലും എൻ്റെ മൂർത്തിയായ ഭഗവാനെ തലയില്ലാതെ കാണുമ്പോൾ എനിക്ക് വലിയ വിഷമം ഉണ്ടാകുന്നു. അത് ആരാധന നടത്താനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ലംഘനമാണ് എന്ന് അദ്ദേഹം സീനിയർ അഭിഭാഷകനായ സഞ്ജയ് M. ജൂലി വഴി കൊടുത്ത അപേക്ഷയിൽ പരാതിയിൽ പെറ്റീഷനിൽ പറഞ്ഞിരുന്നു. അങ്ങനെ അദ്ദേഹം കോടതി ഇതൊക്കെ പറഞ്ഞു ഒരു കാര്യം ചെയ്യണം, സർക്കാരിനോട് പറയണം,
ഇത് പൈതൃകത്തിനെ ഒന്നും ബാധിക്കത്തില്ല, ആ ക്ഷേത്രം അവിടെ നിന്നോട്ടെ. ആ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ ശിരസ് ഒന്ന് പുനർനിർമ്മിക്കാൻ സുപ്രീം കോടതി ഉത്തരവിടണം എന്ന് പറഞ്ഞു. സുപ്രീം കോടതി ആ കേസ് പരിഗണിച്ചു. സുപ്രീം കോടതി കേസ് പരിഗണിച്ചിട്ട് ബഹുമാന്യനായ നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഇന്നലെ ആ കേസിൽ ഒരു പരാമർശം നടത്തി. ആ പരാമർശം ബാറാൻ ബെഞ്ച് ഉൾപ്പെടെയുള്ള രാജ്യത്തെ പ്രധാനപ്പെട്ട ലീഗൽ റിപ്പോർട്ടിംഗ് മാധ്യമങ്ങളുണ്ടല്ലോ, അവരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവർ പറയുകയാണ്, അദ്ദേഹം പറയുകയാണ്, നിങ്ങൾ വിഷ്ണു ഭക്തനല്ലേ, ഒരു കാര്യം ചെയ്യും, ഭഗവാൻ വിഷ്ണുവിനോട് പോയി പറ, നിങ്ങൾ ഭയങ്കര ഭക്തനാണ്, വിഷ്ണുവിനോട് പോയി പറ, വി ആർ സോറി, ഞങ്ങൾക്ക് പറ്റത്തില്ല. അപ്പോൾ ഒരു വിശ്വാസി വന്നിട്ട് തൻ്റെ ക്ഷേത്രം തകർക്കപ്പെട്ടു, തൻ്റെ മൂർത്തിയുടെ ശിരസ് മുറിച്ച് മാറ്റി വെച്ചിരിക്കുന്നു, അത് പുനഃസ്ഥാപിക്കണമെന്ന് പറയുമ്പോൾ മുഗളന്മാരുടെ അതേ വാക്ക്, നിൻ്റെ ഭഗവാന് ശക്തിയുണ്ടെങ്കിൽ, നിൻ്റെ ഈശ്വരന് ശക്തിയുണ്ടെങ്കിൽ നീ അവിടെ പോയി പറ രക്ഷിക്കാൻ എന്നു പറയുന്നതിന് സമാനമായി പോയില്ലേ മിലോഡ് ജസ്റ്റിസ് BR ഗവായി അങ്ങയുടെ മറുപടി? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അങ്ങ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന സമാദരണീയമായ ഈ സുപ്രീം കോടതിയിൽ വഖഫ് ഭേദഗതിക്കെതിരെയുള്ള ബില്ല് വരുമ്പോൾ അങ്ങോ അങ്ങയുടെ സഹജഡ്ജിമാരോ നിങ്ങളുടെ അള്ള പരമകാരുണികനും പരമശക്തനുമാണെങ്കിൽ അവിടെ പോയി പറയൂ, ഈ നിയമമൊക്കെ മാറ്റി നിങ്ങളുടെ പള്ളികൾ പോകാതിരിക്കാൻ, നിങ്ങളുടെ ഭൂമി പോകാതിരിക്കാൻ അവിടെ പോയി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ രാജ്യത്ത് എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതിന് അപ്പുറത്തേക്കായിരിക്കും. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നീതിപീഠം ഇങ്ങനെ പ്രോ ഇസ്ലാമിക് ആയിരിക്കുക എന്നത് പോട്ടെ, ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങൾ പറയാമോ? ഹിന്ദു എന്ന് പറയുന്ന ഈ രാജ്യത്ത് ഇപ്പോഴും 80% ഉണ്ടെന്നൊക്കെ പറയുന്നു. ദൈവത്തിനറിയാം ഹിന്ദു എത്രയുണ്ടെന്ന്. അടുത്ത സെൻസസ് അറിയും. 2013 ശേഷം നമ്മുടെ രാജ്യം അല്ലേ സെൻസസ് നടന്നിട്ടില്ല. അടുത്ത സെൻസസ് നടക്കും, പറയാം ഹിന്ദു എത്രയുണ്ടെന്ന്. എന്നാലും അറിയില്ല. ഹിന്ദു പേര് ഉള്ള ഒരുപാട് ആളുകൾ വേറെയുണ്ട്, വിശ്വാസം വേറെയാണ്. അതാണ് ക്രിപ്റ്റോ ക്രിസ്ത്യൻസ് എന്നൊക്കെ പറയുന്നത്. കാരണം അവരിപ്പോൾ പറയുന്ന ഈ ജനസംഖ്യയിലുള്ള വ്യത്യാസം അറിയാതിരിക്കാൻ അവർ പറയുന്ന ഒരു സൂത്രമുണ്ട്, മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ്. അപ്പോൾ മതത്തിൻ്റെ പേരിലുള്ള ഹിന്ദുക്കൾക്ക് അല്ലെങ്കിൽ പിന്നാക്ക പട്ടികജാതിക്കാരാണ്, അവർക്കുള്ള ആനുകൂല്യമൊക്കെ കിട്ടുകയും ചെയ്യും, പക്ഷേ ആൾ നമ്മുടെയാണ്. അപ്പോൾ മനപരിവർത്തനം. അപ്പോൾ ഹിന്ദുവിൻ്റെ എണ്ണം എത്രയാണെന്ന് സെൻസസ് നടത്തിയാൽ പോലും കണ്ടെത്താൻ അറിയില്ല. എന്നാലും 50% കൂടുതലുണ്ടല്ലോ. അതെ, അവർ ഈ നാട്ടിലെ ജനങ്ങളല്ലേ. അവരുടെ സെൻറ്റിമെൻറ്റ്സിനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പോലും ഹർട്ട് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഹർട്ട് ചെയ്തു എന്ന് വ്യാഖ്യാനിക്കുന്ന തരത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഈ രാജ്യത്തിൽ ഹിന്ദുക്കൾ എങ്ങനെ ജീവിക്കും? പരമോന്നത നീതിപീഠം പറയുകയാണ്, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ രക്ഷിക്കുക, നിങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്ത് പോയി പറ, കോടതിയിൽ വരണ്ട എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ, ഈ നാട്ടിലെ ഇസ്ലാമിസ്റ്റുകൾ, ഈ നാട്ടിലെ അർബൻ നക്സലൈറ്റ് ലിബറലുകൾ, മതേതരവാദികൾ, ഇവരൊക്കെ എങ്ങനെയായിരിക്കും നാളെ ഹിന്ദുവിൻ്റെ പ്രശ്നങ്ങളോട്, ഹിന്ദുവിൻ്റെ വിശ്വാസങ്ങളോട്, ഹിന്ദുവിൻ്റെ ആവശ്യങ്ങളോട് പ്രതികരിക്കുക? സങ്കടകരമാണ്. നമ്മുടെ നീതിപീഠം കുറഞ്ഞ പക്ഷം നിഷ്പക്ഷമെന്നാണെന്ന് തോന്നുന്ന തരത്തിലെങ്കിലും പ്രവർത്തിക്കണ്ടേ? കാരണം അതിനകത്ത് ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പക്കലുള്ള സ്ഥലമാണെന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉത്തരവ് ഇത് ആർക്കിയോളജിക്കൽ സർവേയുടെ കയ്യിലുള്ള സ്ഥലമാണ്. ആർക്കിയോളജിക്കൽ സർവേയുടെ പക്കലുള്ള പല സ്മാരകങ്ങൾ, ഇപ്പോൾ സമ്പൽ മസ്ജിദ് ഉൾപ്പെടെ ആർക്കിയോളജിക്കൽ സർവേയുടെ കയ്യിലാണ്. അവിടെയൊക്കെ ഇത്തരം പല പ്രശ്നങ്ങളും ഹിന്ദുക്കൾ അവകാശവാദം ഉന്നയിച്ചിട്ട് വിഷ്ണു ക്ഷേത്രത്തിൻ്റെ മുകളിലാണ് സമ്പൽ മസ്ജിദ് പടുതിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി, ആ കോടതി ഒരിക്കലും അത് അള്ളാഹയോട് പോയി പറഞ്ഞിട്ടില്ല. ഹിന്ദുവിന് അവൻ്റെ ദൈവത്തെ ആരാധിക്കണം, ആരാധന നടത്തണം, ആ ദൈവത്തെ തലയറുത്ത നിലയിലുള്ള വിഷ്ണുവിൻ്റെ വിഗ്രഹം കാണേണ്ടി വരുന്നത് സങ്കടമാണ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇത് ഏറ്റവും അതിനൊരൊപ്പൻ്റെ കാര്യം വന്നപ്പോഴാണ് നായനാർ പണ്ട് പറഞ്ഞത്, ഭഗവാൻ എന്തിനാ പാറാവെന്ന്, അല്ലേ? അതെ, അതും ഇത് തന്നെയാണ്. ഇപ്പം എൻ്റെ പച്ച മലയാളം, നിൻ്റെ ദൈവത്തെ രക്ഷിക്കാൻ നിവർത്തിയേണ്ട ദൈവത്തിന് ഇല്ലെങ്കിൽ ദൈവം അല്ലടേ എന്ന് പറയുന്നതാണ്. കല്ലല്ലേ, വെറും കല്ലല്ലേ ഹിന്ദുവിൻ്റെ ദൈവങ്ങളെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇതൊരു വലിയ ഇൻസൾട്ടായിട്ട് ഒരു വലിയ ജനവിഭാഗങ്ങൾക്ക് തോന്നുന്നുണ്ട് ബഹുമാന്യനായ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് വിനയപൂർവ്വം നമുക്ക് ഓർമ്മിപ്പിക്കാതെ തരവില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയാണേ, ഈ വഖഫ് നിയമം, കോൺഗ്രസ് സർക്കാർ വഖഫ് നിയമം കൊണ്ടുവന്നല്ലോ. വഖഫിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പറയാം. കാരണം ആരുടെ ഭൂമി വേണമെങ്കിലും ഗ്രാബ് ചെയ്ത് പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിൽ
വിചാരിച്ചാൽ വഖഫാകുന്ന തരത്തിലുള്ള നിയമമാണ് കൊണ്ടുവന്നത്. എല്ലാ ഭരണഘടനാ വ്യവസ്ഥകൾക്കും മുകളിൽ ശരീഅത്തിനെ പ്രതിഷ്ഠിക്കുന്ന തരത്തിലാണ് കോൺഗ്രസ് സർക്കാർ വഖഫ് നിയമം കൊണ്ടുവന്നത്. 10-15 വർഷം മുമ്പ് ഈ നിയമം കൊണ്ടുവന്നപ്പോഴേ ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ, അഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ സുപ്രീം കോടതി പോയിരുന്നു. സിനുവിന് അറിയാമോ, സുപ്രീം കോടതി എടുത്തില്ല കേസ്, എടുത്തില്ല, പരിഗണിച്ചില്ല. അതങ്ങനെ പെൻഡിങ് ആയി കിടക്കുകയാണ്. 2 പതിറ്റാണ്ടിന് മുകളിലായി, 1 പതിറ്റാണ്ടിലേറെ, 2 1 പതിറ്റാണ്ടിലേറെയായി കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമം. ഇപ്പം മോദി സർക്കാർ ഭേദഗതി ചെയ്ത ആ നിയമം വന്നപ്പോൾ നിരവധി കേസുകൾ സുപ്രീം കോടതികളിലും ഹൈക്കോടതികളിലും എത്തി. 1 ഇഞ്ചു നീങ്ങിയിട്ടില്ല. എന്നാൽ മോദി സർക്കാർ ഏപ്രിൽ 5-ാം തീയതി ആ നിയമത്തെ ഭേദഗതി ചെയ്തുകൊണ്ട് ഒരു ബില്ല് പാസ്സാക്കിയപ്പോൾ 5 മാസത്തിനകം അതിന് ഇടക്കാല സ്റ്റേ വന്നു. എന്തെങ്കിലും പറയണോ? എന്താ തോന്നുന്നു? ചുരുങ്ങിയ കാലം കൊണ്ട് കോടതി അത്തരം കാര്യങ്ങൾ ഇടപെടുന്നു. അപ്പോൾ ആ നിയമം വന്നതിനെതിരെ കൊടുത്ത ഹർജികൾ അവിടെ പോയി. അത് കണ്ടില്ല. കോടതി ഒരു വലിയ ദയാപൂർവ്വം ഒരു കാര്യം ചെയ്തു കേട്ടോ, സുപ്രീം കോടതി. അതായത് ഇപ്പോൾ ഈ മോദി സർക്കാർ കൊണ്ടുവന്ന, BJP സർക്കാർ കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ മുസ്ലിം സംഘടനകളും കോൺഗ്രസും ഇടതുപക്ഷവും സ്റ്റാലിനും ഒക്കെ കൊടുത്ത കേസുണ്ടല്ലോ, ആ കേസിൻ്റെ കൂട്ടത്തിൽ 15 വർഷം പഴക്കമുള്ള ആ കേസും കൂടെ പരിഗണിക്കാമെന്നുള്ള ഔദാര്യപൂർവമായൊരു നിലപാടെടുത്തു. അപ്പോൾ ആരെങ്കിലും കരുതുകയാണ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നീതി കിട്ടണമെങ്കിൽ അതൊരു മുസ്ലിം വിഷയമായിരിക്കണം എന്ന് കരുതിപ്പോയാൽ സമാദരണീയനായ ഇന്ത്യൻ സുപ്രീം കോടതിയുടെ മുഖ്യ ന്യായാധിപ ചീഫ് ജസ്റ്റിസ് ഹോണറബിൾ BR ഗവായ്, അവരെ കുറ്റം പറയാൻ പറ്റുമോ? സിസ്റ്റം അങ്ങനെയാണ് സർ. ഈ രാജ്യത്തെ ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് ഈ നീതിപീഠത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടില്ലേ? ചില ആളുകളോട് മാത്രം പ്രതിപത്തി കാട്ടുന്നതാണ് നമ്മുടെ നീതിപീഠം എന്ന് കരുതിയാൽ ഈ രാജ്യത്ത് വലിയ കുഴപ്പമുണ്ടാകും. നമ്മുടെ ജനാധിപത്യം തകരും. നമ്മളിപ്പോഴും കോടതികളെ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിൽ പോലെ കാണുന്നവരാണ്. ജഡ്ജിമാരെ നീതി ദേവതയുടെ ആൾരൂപങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ചില അനോമലികളൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട്. അതൊക്കെ കറക്റ്റ് ചെയ്യേണ്ട ഒരാളാണ്, അതിനൊക്കെ പരിഹാരമുണ്ടാകേണ്ട ആളാണ് ജസ്റ്റിസ് BR ഗവായി എന്ന് പറയുന്ന ബഹുമാന്യനായ ചീഫ് ജസ്റ്റിസ്. പക്ഷേ അങ്ങ് ഇന്നലെ പറഞ്ഞത് അങ്ങ് ഒന്നും ഒരുപക്ഷെ അങ്ങ് ഇങ്ങനെ ഒന്നും കരുതി പറഞ്ഞായിരിക്കും, വെറുതെ പറഞ്ഞായിരിക്കും. അതിപ്പോൾ ഭഗവാന്റെ അടുത്ത് പോയി പറ, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്, സോറി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ, നിങ്ങൾ വലിയ ഭക്തനല്ലേ എന്നൊരു കാഷ്വലായി പറഞ്ഞതാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ പോലും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് സിനു? അതാണ് ഞാൻ ചോദിക്കുന്നത്. വഖഫ് നിയമം വരുമ്പോഴത്തേക്ക് അതിനെ, ആ ബില്ലിനെ ചോദ്യം ചെയ്ത് വരുമ്പോൾ അള്ളാഹയോട് പോയി പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പള്ളിയിൽ ഹിന്ദുക്കൾ അവകാശവാദം ഉന്നയിച്ചു, സംരക്ഷണം വേണമെന്ന് പറയുമ്പോൾ എന്തിനിങ്ങോട്ട് വരുന്നു, നിങ്ങളുടെ പള്ളി രക്ഷിക്കാൻ അള്ളാഹയ്ക്ക് കഴിയില്ലേ എന്നൊരു നീതിപീഠം പറഞ്ഞാൽ എങ്ങനെയിരിക്കും? വലിയ സങ്കടമാണ്, അത് വലിയ സങ്കടമാണ്. ഇതല്ല നീതിബോധത്തോടെയുള്ള ഒരു സമീപനം. ഇത് ഹിന്ദു ആയിരിക്കുന്ന ആളുകൾ എന്തും സഹിക്കാൻ, എന്ത് തരത്തിൽ ചവിട്ടിമതിച്ചാലും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഇന്ത്യയിലെ ഹിന്ദുക്കൾ എന്നുള്ള സ്ഥിതി ഉണ്ടാക്കി വെക്കുന്നതാണ്. പരമദയനീയമാണ്. അങ്ങയോട് കൈകൂപ്പി എനിക്ക് പറയാനുള്ളത്, ഈ രാജ്യത്തെ ബഹുശതം സഹസ്രകോടിയൊന്നുമില്ലല്ലോ, കോടികൾ വരുന്ന ഹിന്ദു സമൂഹത്തിന് വേണ്ടി അങ്ങയോട് കൈകൂപ്പി പറയാൻ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും ഇതുവരെ പ്രതികരിച്ചു കണ്ടില്ല. എന്നാലും ഒരു സാധാരണ ഹിന്ദുവായ ഞാൻ, ഒരു മാധ്യമപ്രവർത്തകൻ കൂടിയായ ഞാൻ പറയണം, അങ്ങയുടെ ഇന്നലത്തെ ആ പരാമർശങ്ങൾ വല്ലാത്ത വേദനാജനകമാണ്. അത് അങ്ങ് ഒരു പക്ഷേ തിരുത്തിയാൽ, ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്താൽ ആ മുറിവിൽ അല്പം വെണ്ണ തേൽക്കുന്നതിന് തുല്യമായിരിക്കും. വല്ലാത്തൊരു മുറിവാണ് ഉണ്ടാക്കിയത്. ഇത് പറയാതെ തരമില്ല. കാരണം കോടതികളിൽ ഇപ്പോഴും അങ്ങേയറ്റം ആദരവും വിശ്വാസവും പുലർത്തുന്ന ആളുകളാണ് ഞാനടക്കമുള്ള ഈ നാട്ടിലെ കോടിക്കണക്കിന് വരുന്ന ഹിന്ദുക്കൾ. അവരുടെ വിശ്വാസമാണ് ഈ കോടതികളുടെയും ഈ സിസ്റ്റത്തിൻ്റെ ആകെയും ആധാരശിലകളെന്ന് ബഹുമാനപ്പെട്ട ന്യായാധിപന്മാർ ഓർക്കേണ്ടതുണ്ട്.